ബ്രിട്ടനിൽ ഡോക്ടർമാർ നടത്തുന്ന തുടർച്ചയായ സമരങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് കിഡ്നി ബെഡ്നോക്ക് നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. താങ്കൾ അധികാരത്തിലെത്തിയാൽ പോലീസിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും മാതൃകയിൽ ഡോക്ടർമാരുടെ സമരങ്ങൾ നിരോധിക്കുമെന്നായിരുന്നു അവരുടെ പ്രധാന പ്രസ്താവന. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ BM ലക്ഷ്മണരേഖ കടന്നിരിക്കുന്നു എന്നും ഈ സമരങ്ങൾ രാജ്യത്തെ രോഗികളെ ഗുരുതരമായി ബാധിക്കുമെന്നും അവർ ആരോപിച്ചു. കഴിഞ്ഞ 12 മാസത്തിനിടെ 11 തവണയാണ് ഡോക്ടർമാർ സമരം ചെയ്തതെന്നാണ് ബെഡ്നോക്ക് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് റെസിഡൻസി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തെത്തിയത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം കാരണം തങ്ങളുടെ യഥാർത്ഥ വരുമാനം കുറയുകയാണെന്നും അതിനനുസരിച്ചുള്ള ശമ്പള വർധനവ് അനിവാര്യമാണെന്നും ഡോക്ടർമാർ വാദിക്കുന്നു. അതേസമയം രാജ്യത്തെ പൊതു ആരോഗ്യ സംവിധാനമായ നാഷണൽ ഹെൽത്ത് സർവീസ് നിലവിലുള്ള പ്രതിസന്ധികൾ, ജീവനക്കാരുടെ ക്ഷാമം, വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾ എന്നിവ സർക്കാരിന്റെ മേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് NHS താങ്ങാനാവുന്നില്ല എന്നാണ് സർക്കാർ നിലപാട്.